പ്രധാനമായും രണ്ടു കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണാനും കേൾക്കാനും പറ്റുകയാണെങ്കിൽ നിങ്ങൾ കേൾക്കുക. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങൾ. നിരവധി പ്രശ്നങ്ങൾ ഉയർന്ന് കേട്ടിരുന്നു. ഡോക്ടർ ഹാരിസ് ഒക്കെ എഴുതിയതുപോലുള്ള കുറിപ്പുകൾ സിസ്റ്റം എററാണ് എന്നുള്ള പരാതികൾ, ഒടുവിൽ ആരോഗ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചപ്പോഴുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അതിൻ്റെ വാദപ്രതിവാദങ്ങൾ, അങ്ങനെ കുറേ വിമർശനങ്ങൾ. നിരന്തരം ആരോഗ്യ വകുപ്പും ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതിലൂടെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയനും ആക്രമിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു കഴിഞ്ഞ 5 വർഷം. അതിനു മുമ്പുള്ള 5 വർഷം കെ ശൈലജ ടീച്ചറായിരുന്നു ആരോഗ്യമന്ത്രി. അവർ വളരെ കൃത്യമായി കോവിഡൊക്കെ കൃത്യമായി മാനേജ് ചെയ്തിരുന്നു എന്നാണ് എൻ്റെ പക്ഷം. നിങ്ങൾക്ക് വേറെ ചിന്തയുണ്ടാകാം, വേറെ വാദമുണ്ടാകാം, നിങ്ങൾക്കത് കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യാം. കഴിഞ്ഞ 5 വർഷവും ആരോഗ്യ വകുപ്പിനെതിരെ അതിനിശിതമായ വിമർശനങ്ങളാണ് ജനങ്ങളും മാധ്യമങ്ങളും തൊടുത്തുവിട്ടുകൊണ്ടിരുന്നത്. പ്രതിപക്ഷം വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തൊടുത്തുവിട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം 2 അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരു രോഗി കിടക്കയിൽ നിന്ന് വീണ് മരിക്കുന്നു. 1. 2, സർജറി കഴിഞ്ഞ് ICUവിൽ കിടന്ന വ്യക്തിയുടെ കാലിൽ പുഴുവരിക്കുന്ന അവസ്ഥ. അപ്പോൾ നിങ്ങൾ പറയാം, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകരോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആളുകൾക്ക് പറയാം, ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ, ഒരു സർക്കാർ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇത് മുൻ സർക്കാരിൻ്റെ തുടർച്ചയല്ലേ നടക്കുന്നത് എന്നൊക്കെ. പക്ഷേ ഇത് ഇടതു സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ 2 ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നതെങ്കിൽ, ആരോഗ്യവകുപ്പിലെ കാര്യമാണ്, നിങ്ങൾ എന്ത് പറയുമായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു? കരിങ്കൊടി പ്രകടനവും പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങില്ലായിരുന്നു? ഇത് സ്വാഭാവികമാണെന്ന് നിങ്ങൾ വിധി എഴുതുമായിരുന്നു? ഇങ്ങനെ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ റിപ്പോർട്ടിനെ അധിക്ഷേപിക്കുകയില്ലായിരുന്നു? ചിന്തിച്ചു നോക്കുക, തീർച്ചയായും ഉണ്ടാകുമായിരുന്നു. ഇത് സ്വാഭാവികമായും മെഡിക്കൽ എററെന്നോ അങ്ങനെയൊക്കെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അദ്ദേഹത്തിന് കിടക്കയിൽ നിന്ന് വീണ് മരിച്ച രോഗിക്ക് മറ്റ് രോഗങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെ വാദം നിരത്തുകയാണെങ്കിലും അത് അനിഷ്ട സംഭവം തന്നെയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിച്ചില്ല എന്ന് പറഞ്ഞ ഒരു ഓട്ടോ തൊഴിലാളിയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ പ്രഖ്യാപിച്ച സർക്കാരാണിത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടാൻ ലഭ്യമാകേണ്ട ചികിത്സ മുഴുവൻ ലഭ്യമാക്കിയിരുന്നുവെന്ന് അന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പുച്ഛിച്ച് തള്ളിയ ആളുകളാണ്. എന്തുകൊണ്ട് ഇവിടെ ആ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും മീഡിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല? അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയാണ് ഇത് ആരോഗ്യ വകുപ്പിൻ്റെ കാര്യം. 2ാമത് കാട്ടാന ആക്രമണം. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ കാട്ടാന ആക്രമണം ഉണ്ടായ സ്ഥലത്തേക്ക് സഞ്ചരിക്കുമ്പോൾ കാട്ടാന അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞ സംഭവമുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് കുറുകെ കാട്ടാന നിൽക്കുന്ന ഫോട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. AK ശശീന്ദ്രനായിരുന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? മീഡിയ എന്തൊക്കെയാണ് ചെയ്തത്? AK ശശീന്ദ്രനെ തലങ്ങും വിലങ്ങും തെറി പറഞ്ഞ ആളുകളല്ലേ? ഒരുപക്ഷെ എങ്കിൽ നമ്മുടെ വാർത്തയിലൂടെയും AK ശശീന്ദ്രനെ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. ഇവിടെ ഷിബു ബേബി ജോണിൻ പ്രത്യേക ടാസ്ക് ഫോഴ്സൊക്കെ നടപ്പിലാക്കും അല്ലെങ്കിൽ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞ് നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? കാട്ടാന ആക്രമണത്തിൽ എത്ര പേരാണ് കഴിഞ്ഞ ഈ പുതിയ സർക്കാർ ഏറ്റെടുത്ത ശേഷം മരണപ്പെട്ടത്? അപ്പോൾ അവിടെയും ഈ ഇരട്ടത്താപ്പ് തന്നെയാണ്. 2ാമത്തെയും 1ാമത്തെയും കാര്യം ഞാൻ പറഞ്ഞു. ഇനി കുറച്ചുകൂടി പ്രധാനപ്പെട്ട കാര്യമാണ്, തിരുവനന്തപുരം നഗരസഭയുടെ കാര്യമാണ്. അവിടെ മഴക്കാലവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണത്തിന് വേണ്ടി ഒരു മോട്ടോർ വാങ്ങി. 75 ലക്ഷം രൂപ എന്നാണ് അവർ അതിന് തന്നെ വിലയിട്ട് പ്രചരിപ്പിക്കുന്നത്. PR ഏജൻസികൾ ചെയ്യുന്നത് അതാണ്. 75 ലക്ഷം രൂപയുടെ സാധന സാമഗ്രികൾ വാങ്ങി. നമ്മൾ ആ ഫോട്ടോ കണ്ടതാണ്. നമ്മുടെ വാർത്തയുടെ FB പേജ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാം. അത് വാർത്തയായതുകൊണ്ട് ഞാനും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാർത്തയുടെ ടീമും അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 75 ലക്ഷം രൂപയാണ് അവർ വാദിക്കുന്നത്. എന്താണ് ഇരിക്കുന്നത്? ഒരു മോട്ടോറാണ്. വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ വെള്ളം പമ്പ് ചെയ്ത് മാറ്റാനുള്ള ഒരു മോട്ടോർ മാത്രമാണ്. ആ മോട്ടോറും ഓസും ഇതൊക്കെ വാങ്ങുന്നതിന് 75 ലക്ഷം രൂപയാകുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അടുത്തത്, നഗരത്തിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വെള്ളക്കെട്ടുണ്ടായി. മഴ ഒന്ന് കനത്തു പെയ്തപ്പോൾ വെള്ളക്കെട്ടുണ്ടായി. മാധ്യമങ്ങൾ നേരെ VV രാജേഷ് എന്ന മേയറെ വിളിച്ചു. മേയർ എന്താണ് പറഞ്ഞത്? അതൊക്കെ കാലാകാലങ്ങളിൽ ഉണ്ടാകുന്നതാണ്, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്കൂ എന്നാണ്. ഇതുപോലെ ധാർഷ്ട്യം, ഒരു നിർഗുണ പരബ്രഹ്മമായ മേയർ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, ഏതൊക്കെ കൊട്ടേഷനാണ് കൊടുക്കുന്നത്, എന്തൊക്കെ പോസ്റ്റർ ഫ്ലെക്സ് ഇതൊക്കെയാണ് കൊടുക്കുന്നതെന്ന് കൃത്യമായ കണക്കുകൾ ഓഡിറ്റിലൂടെ പുറത്തു വരും.
ഓഡിറ്റിലൂടെ പുറത്തു വരുമ്പോൾ മനസ്സിലാകും വി വി രാജേഷും അതുപോലെ തന്നെ BJP ഭരണസമിതിയും തിരുവനന്തപുരം നഗരസഭയിൽ എന്താണ് ചെയ്യുന്നതെന്ന്. അതുപോലെ തന്നെ ജലവിതരണം തടസ്സപ്പെട്ടു. പോയി ചോദിക്ക്, വകുപ്പിനോട് ചോദിക്കുന്നില്ലേ നിങ്ങളുടെ മേയർ പറഞ്ഞത്? തിരുവനന്തപുരത്തെ മേയർ പറഞ്ഞത് പോയി ജലവിഭവ വകുപ്പിനോട് ചോദിക്കൂ, അവർക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടില്ലേ? എന്തേ മാധ്യമങ്ങളുടെ വാ അടഞ്ഞുപോയോ ഇത്തരം സംഭവങ്ങളിൽ? നിങ്ങൾ ആര്യ രാജേന്ദ്രനെ ഇപ്പോഴും ചീത്ത വിളിക്കുന്നുണ്ടല്ലോ, നിരന്തരം ചീത്ത വിളിക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രനാണ് പാർട്ടിയുടെ പരാജയത്തിന് കാരണമെന്നൊക്കെ പറഞ്ഞ് പാർട്ടിക്കകത്ത് നിന്നും വിമർശനം ആര്യ രാജേന്ദ്രൻ നേരിടുന്നുണ്ട്. പക്ഷേ ഇമാതിരി ഏതെങ്കിലും തടസ്സങ്ങൾ, തെരുവ് വിളക്ക് കത്താത്ത അവസരങ്ങൾ ഉണ്ടായിരുന്നുവോ? വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഉടനടി നടപടി. എന്തിന്? കുന്നുകുഴിയിൽ തോറ്റുപോയ ഇപ്പോൾ സമരം ചെയ്തതിന് റിമാൻഡിൽ കഴിയുന്ന IP ബിനുവൊക്കെ പ്രളയ സമയത്തൊക്കെ ഇറങ്ങി ആളുകൾക്ക് വേണ്ടി ഓടി നടന്നത് നിങ്ങൾ കാണണം. ആ ബണ്ട് കോളനിയിലൊക്കെ ഓടി നടന്ന എല്ലാ ആളുകളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സർവ്വമാന നടപടികൾ സ്വീകരിച്ച കാഴ്ചയും നിങ്ങൾ കാണേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഞാൻ ആ വീഡിയോകളൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അവസ്ഥ. ഇതുപോലെ ധാർഷ്ട്യം നിറഞ്ഞ, ഇതുപോലെ ആളുകളെ ഗൗനിക്കാത്ത കാര്യങ്ങൾ. അധികാരം കിട്ടിയാൽ സവർണ മേധാവിത്വം അടിച്ചേൽപ്പിക്കുക എന്ന അജണ്ട, രഹസ്യ അജണ്ട, ആ സവർണ മേധാവിത്വത്തിൻ്റെ മണികുടീരങ്ങളിലിരുന്ന ആളുകളോട് ആജ്ഞാസ്വരത്തിൽ സംസാരിക്കുന്ന വി വി രാജേഷൊക്കെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ ചൂട് അറിയാൻ പോകുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക. തൊട്ടുമുമ്പ് നടന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്ന അമ്മായിയമ്മ പോരിലെ ഒരു ഫ്രൈസ് എടുത്ത് പ്രയോഗിക്കുന്നതാകും ഇവിടെ ശരിയായി വരുന്നത്. പുത്തനച്ചി പുറപ്പുറം തൂക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇവരൊക്കെ സർക്കാരിൻ്റെ ഖജനാവിൽ അവിടെ പെറുന്ന പൂച്ചയ്ക്ക് സമ്പത്താണ് പെറുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ധാരാളം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. എവിടെ ഈ പ്രഖ്യാപനങ്ങൾ? എന്താണ് നടന്നത്? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. ആശുപത്രികളിൽ ഒരു വീഴ്ച വന്നാൽ, ക്ഷേമ പെൻഷൻ മുടങ്ങിയാൽ, കുടിവെള്ള വിതരണം മുടങ്ങിയാൽ, നിങ്ങളോട് ഏതെങ്കിലും നേതാവ് ഒരല്പം കയർത്ത് സംസാരിച്ചാൽ, ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്? അവിടെ പ്രതിഷേധമുണ്ട്. അവിടെ ഇരമ്പിയാർക്കുന്ന പ്രതിഷേധം. കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയും CPM-നെതിരെയും CPM-ൻ്റെ അനുഭാവികൾക്കെതിരെയും ഇടത് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെതിരെയും നിങ്ങൾ കാതടച്ച ചീത്തകൾ പറയുകയും നിഷേധസ്വരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്ന ആളുകൾ ഇപ്പോൾ ഒരക്ഷരം മിണ്ടുന്നില്ല. കമ എന്നൊരക്ഷരം മിണ്ടുന്നില്ല. ഇതെല്ലാം ഇങ്ങനെ നടക്കും, ഇതൊക്കെ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് എന്ന നിങ്ങളുടെ മൗഢ്യം, നിങ്ങൾ ചോദ്യം ചോദിക്കാൻ തയ്യാറായില്ലെങ്കിൽ, നിങ്ങൾ ഇപ്പോഴേ ചോദിച്ചില്ലെങ്കിൽ ഇവിടെ വരാനിരിക്കുന്നത് വലിയ കഷ്ടതയുടെയും വലിയ അടിച്ചേൽപ്പുകളുടെയും നാളുകളായിരിക്കുമെന്ന് നിങ്ങൾ മറന്നു പോകരുത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ വീഡിയോ മുഴുവൻ കാണണം എന്ന് ഞാൻ ആദ്യം അഭ്യർത്ഥിച്ചത് ഇതുകൊണ്ടാണ്. നിങ്ങളിതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ഒരു അല്പം അല്പം ബൗദ്ധികമായ ഉണർവ് നിങ്ങൾക്കും ഉണ്ടാകണം. നിങ്ങളും ചോദ്യം ചോദിക്കുന്നവരാകണം എന്ന് മാത്രമേ ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ.